നമസ്കാരം. ഈ മാസത്തെ അവസാനത്തെ ട്രേഡിംഗ് ഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു പൊതുവെ പോസിറ്റീവ് സെന്റിമെന്റ്സ് ആണ് മറ്റു മാർക്കറ്റുകളെല്ലാം തന്നെ നൽകുന്നത്. US മാർക്കറ്റ് കഴിഞ്ഞ ദിവസം പോസിറ്റീവ് നോട്ടിലാണ് അവസാനിച്ചത്. S&P റെക്കോർഡ് ഹൈ നിലവാരത്തിൽ ക്ലോസ് ചെയ്ത് 0.32% ഗെയിനാണ് ഉണ്ടാക്കിയത്. നാസ്ഡാക്ക് 0.3% ഗെയിനോട് കൂടിയാണ് അവസാനിച്ചത്. യൂറോപ്യൻ മാർക്കറ്റ് ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സിലാണ് അവസാനിച്ചത്. ഏഷ്യൻ മാർക്കറ്റ് ഇന്ന് ഒരു മിക്സഡ് സെന്റിമെന്റ്സ് നിൽക്കുന്നു. പക്ഷേ ചില ഇൻഡൈസസുകൾ നല്ല പോസിറ്റീവ് സെന്റിമെന്റ്സ് കാണിക്കുന്നുണ്ട്. എക്സ്പെഷ്യലി ചൈനീസ് മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവ് ആണ്. കോസ്പി നെഗറ്റീവ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിലാണ് വ്യാപാരം ആരംഭിച്ചത്. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. സോ നമുക്കൊരു 160 പോയിന്റോളം ഗ്യാപ്പ് അപ്പിന്റെ ഒരു ഓപ്പണിംഗിന്റെ സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഒരു പോസിറ്റീവ് മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 24,730 എന്ന റേഞ്ചിലൊക്കെ ആയിരിക്കും നമുക്കിനി ഒരു പ്രതിരോധം ഉണ്ടാവുക. 24,730, 24,820 എന്ന റേഞ്ചുകളാണ് നിഫ്റ്റിക്ക് ഒരു ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ഉള്ളത്. സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 24,580, 480 എന്ന നിലവാരത്തിലാണ് ഒരു സപ്പോർട്ട് റേഞ്ചിലുള്ളത്. ഇന്ന് പ്രധാനമായിട്ടും മാർക്കറ്റ് നോക്കുന്നത് റിലയൻസിന്റെ AGM ഇന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ റിലയൻസിന്റെ ഡിജിറ്റൽ മേഖലയിലേക്കും എനർജി മേഖലയിലേക്കും റീറ്റെയിൽ മേഖലയിലേക്കുള്ള ഗ്രോത്ത് ഫോർകാസ്റ്റുകളെല്ലാം തന്നെ ഇന്ന് പുറത്തു വരും. അത് മൊത്തത്തിൽ ഓവറോൾ ഇന്ത്യൻ എക്കണോമിക്കും അതോടൊപ്പം തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ആകമാനം ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് നൽകാൻ സാധ്യതയുള്ള ഒന്നാണ്. അപ്പോൾ അതും വളരെ ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്യേണ്ടാവുന്നതാണ്. ഏവർക്കും ഒരു നല്ല ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.